മയക്കുമരുന്നിനെതിരായി മുസ്ലിം യൂത്ത് ലീഗിന്റെ ക്യാമ്പയിൻ വലിയ തോതിൽ ആരംഭിച്ചു. വലിയ പ്രചാരം അതിന് കിട്ടി. ആ ക്യാമ്പയിൻ തീരുമാനിച്ച ഘട്ടത്തിലെങ്കിലും ഇതാ തൻ്റെ സഹോദരൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു വർഷങ്ങളായിട്ട്. എനിക്കറിയാമത്, കാരണം ഒരേ വീട്ടിൽ താമസിക്കുന്ന ആളുകളായിരുന്നു. ഇപ്പോഴല്ലേ ഫിറോസ് വേറെ വീട്ടിലേക്ക് മാറി താമസിക്കുന്നത്. എന്തുകൊണ്ട് ആ കാര്യം പോലീസിനെ അദ്ദേഹം അറിയിച്ചില്ല? അപ്പൊ അദ്ദേഹം അറിഞ്ഞിട്ടും ഒരു വസ്തുത മറച്ചു വെച്ചു. അത് തെറ്റാണ്. ഒരു മയക്കുമരുന്ന് കാരിയർ തൻ്റെ വീട്ടിലുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലായിട്ടും അത് അധികൃതരോട് പറയാതെ മറച്ചു വെച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരായിട്ട് കേസെടുക്കാമല്ലോ. എന്തേ അദ്ദേഹം അത് വെളിപ്പെടുത്തിയില്ല? പറയേണ്ടയാളായിരുന്നില്ലേ? മതവും ദീനും വിശ്വാസവും ഖുർആനിലെ ഉദ്ധരണികളും യഥേഷ്ടം ഉപയോഗിച്ച് പ്രസംഗിക്കുന്ന ആളുകൾ സ്വന്തം വീട്ടിൽ സ്വന്തം കാൽച്ചുവട്ടിൽ ഒരു മയക്കുമരുന്നിൻ്റെ അഡിക്റ്റ് ഉണ്ടായിട്ട് ആ വിവരം സമൂഹവുമായി പങ്കുവെക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അതിന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മറുപടി പറയേണ്ടതായിട്ടുണ്ട്. പി കെ ഫിറോസിൻ്റെ സഹോദരൻ ബുജൈർ ഒരു നിഗൂഢമായ ജീവിതം നയിക്കുന്നയാളാണ്. അയാൾ ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂരിൽ പോകാറുണ്ട്, കാശ്മീരിൽ പോകാറുണ്ട്. ഈ യാത്രകളെ സംബന്ധിച്ചെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കണം. കാരണം ബാംഗ്ലൂരിൽ നിന്നാണ് ഏറ്റവും അധികം മയക്കുമരുന്ന് കേരളത്തിലേക്ക് വരുന്നത്. പി കെ ഫിറോസ് തന്നെ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കോപ്പിയാണിത്. 28 ഫെബ്രുവരിയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: എവിടെ നിന്നാണ് കേരളത്തിലേക്ക് ഇത്രയും മയക്കുമരുന്നുകൾ വരുന്നത്? മയക്കുമരുന്നിൻ്റെ വൻ ഒഴുക്ക് എന്തുകൊണ്ടാണ് തടയാൻ കഴിയാത്തത്? മയക്കുമരുന്ന് ലോബിയെ സഹായിക്കുന്നവർ കപ്പലിൽ തന്നെ അല്ലേ ഉള്ളത്? കപ്പലിലല്ല, സ്വന്തം വീട്ടിലാണ് ഈ ലോബി സ്വൈരവിഹാരം നടത്തുന്നത്. ഇതിൻ്റെ പ്രഭവ കേന്ദ്രം തൻ്റെ വീടാണെന്ന്, തൻ്റെ സഹോദരനിലൂടെയാണ് ആ മേഖലയിലുള്ള മയക്കുമരുന്നുകൾ വരുന്നത് എന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അധികൃതരോട് പറയാൻ സാധ്യമാകാതെ പോയത്? എല്ലാം ഇവർ തന്നെയാണ് ചെയ്യുന്നത്. മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇദ്ദേഹം നടത്തിയിട്ടുള്ള പല നിഗൂഢമായ യാത്രകളും. ഒരിക്കൽ ഭാര്യയെയും 3 വയസ്സായ കുട്ടിയെയും ബൈക്കിലിരുത്തി കാശ്മീരിലേക്ക് യാത്ര പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ കുടുംബവുമായിട്ടൊക്കെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നത് വല്ലാതൊന്നും ആരും പരിശോധിക്കില്ല. അങ്ങനെ പരിശോധിക്കാതിരിക്കാനുള്ള ഒരു പരിചയായി യാത്രകളിൽ കുടുംബത്തെ ഇദ്ദേഹം ഉപയോഗിക്കാറുണ്ടോ? ബാംഗ്ലൂരിലേക്കും കാശ്മീരിലേക്കുമൊക്കെ ഇദ്ദേഹം നടത്തിയിട്ടുള്ള യാത്രയുടെ പൊരുൾ എന്താണ് എന്ന് അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം. നിരവധി ചെറുപ്പക്കാരെയാണ് പി കെ ഫിറോസിൻ്റെ സഹോദരൻ ബുജൈർ വഴിതെറ്റിച്ചിരിക്കുന്നത്, ലഹരിയുടെ ലോകത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. അവരാരൊക്കെയാണ് എന്ന് കണ്ടെത്തണം. മംഗലാപുരത്ത് 123 കിലോ കഞ്ചാവുമായിട്ടാണ് കാസർഗോഡ് ജില്ലയിലെ ഉദുമ മണ്ഡലം മുസ്ലിം ലീഗിന്റെ നേതാവ് അടൂർ സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ പിടിയിലായത്. 123 കിലോ കഞ്ചാവുമായിട്ട്. പാർട്ടി ഏതാണ്? മുസ്ലിം ലീഗ്. പാർട്ടിയുടെ പ്രസിഡന്റ് ആരാണ്? നിരവധി പള്ളികളുടെ ഖാദി സ്ഥാനം അലങ്കരിക്കുന്ന ഒരു മഹത് വ്യക്തി. അങ്ങനെയുള്ള ഒരു നേതാവ് നേതൃത്വം നൽകുന്ന പാർട്ടിയിലെ അംഗം, കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാദേശിക നേതാവ് ഇങ്ങനെ പിടിക്കപ്പെട്ടത് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? 123 കിലോ കഞ്ചാവുമായിട്ട്. അടൂർ സഹകരണ ബാങ്കിൽ ലീഗിന്റെ ഡയറക്ടറാണ്. ഉദുമ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ ഭാരവാഹി കൂടിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയണം. പേരുണ്ട്. അതിൻ്റെ എല്ലാം തെളിവുകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്.
അവരാരുടെ കൂടെയാണ് നിൽക്കുന്നത്? ഈ 123 കിലോ കഞ്ചാവ് പിടിക്കപ്പെട്ട ആള് ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുമായി വളരെ അടുത്ത ബന്ധമാണ് ഇയാൾക്കുള്ളത്. ഇത് മാത്രമാണ്. ഇനിയുണ്ടല്ലോ, പ്രാദേശികമായി മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പിടികൂടിയിട്ട് അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന് വ്യക്തമാകണമെങ്കിൽ ഓരോ ദിവസത്തെയും പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. ഇത് വളരെ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്.